എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് മനുഷ്യഭയം എന്താണെന്ന് ശലോമോൻ രാജാവ് പറയുന്നത് ശ്രവിക്കാം. സദൃശവാക്യങ്ങൾ 29:25. മനുഷ്യഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. ഈ വാക്യം സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൻ്റെ ഭാഗമാണ്. പ്രധാനമായും ശലോമോൻ രാജാവിൻ്റേതായി പറയപ്പെടുന്ന ജ്ഞാനമൊഴികളുടെ ഒരു ശേഖരം. ജ്ഞാനവും വിഡ്ഢിത്തവും, നീതിയും ദുഷ്ടതയും, ദൈവത്തിൽ ആശ്രയിക്കുന്നതും മനുഷ്യരിൽ ആശ്രയിക്കുന്നതും തമ്മിലുള്ള വ്യത്യസ്തങ്ങളിലും ആണ് ഈ അധ്യായം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ദൈവഭക്തി ജ്ഞാനവുമായുള്ള ജീവിതം നയിക്കുന്നതിനുള്ള പ്രായോഗിക മാർഗനിർദ്ദേശത്തിനായി ഇത് എഴുതിയിരിക്കുന്നു. മനുഷ്യഭയം എന്നാൽ മറ്റുള്ളവർ എന്തു ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ, അവരുടെ നിരസിക്കൽ, വിധി അല്ലെങ്കിൽ ഉപദ്രവം എന്നിവയെ ഭയപ്പെടുക എന്നതാണ്. ഒരു കെണി കൊണ്ടുവരുന്നത് ഒരു വ്യക്തിയെ കുടുക്കുകയോ ഉത്കണ്ഠരാക്കുകയോ ചെയ്യുന്നു. ഇത് വിട്ടുവീഴ്ചയിലേക്കോ ഉത്കണ്ഠയിലേക്കോ ധാർമ്മിക പരാജയത്തിലേക്കോ നയിക്കുന്നു. ഇത് സമപ്രായക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങുക, സത്യം പറയുന്നതിൽ പരാജയപ്പെടുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ എടുക്കുക എന്നിവയെ അർത്ഥമാക്കാം. കർത്താവിൽ ആശ്രയിക്കുക എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിലും സംരക്ഷണത്തിലും കരുതലിലും വിശ്വസിക്കുക എന്നതാണ്. ആളുകളെ ഭയപ്പെടുന്നതിനു പകരം ദൈവത്തോടുള്ള അനുസരണം തിരഞ്ഞെടുക്കുക. സുരക്ഷിതരാണോ എന്നത് ദൈവഹിതവുമായി പൊരുത്തപ്പെടുന്നതിലൂടെ ലഭിക്കുന്ന ആത്മീയവും വൈകാരികവും ചിലപ്പോൾ ശാരീരികവുമായ സുരക്ഷയെ സൂചിപ്പിക്കുന്നു. ആളുകളെക്കുറിച്ചുള്ള ഭയം നമ്മുടെ മൂല്യങ്ങളെയോ സത്യത്തെയോ വിശ്വാസത്തെയോ മറികടക്കരുത്. വിമർശനമോ തിരസ്കരണമോ നേരിടേണ്ടി വന്നാലും ദൈവിക തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുക. എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ ശ്രമിക്കാതെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ തീരുമാനങ്ങൾ എടുക്കുക. പ്രാർത്ഥന, തിരുവെഴുത്ത്, അവൻ്റെ വാഗ്ദാനങ്ങളിലുള്ള ആശ്രയം എന്നിവയിലൂടെ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിലൂടെ ധൈര്യം വളർത്തിയെടുക്കുക. സ്നേഹപിതാവേ, ആളുകളെ പ്രീതിപ്പെടുത്താൻ ജീവിക്കുന്നത് ആത്മീയ കെണികളിലേക്ക് നയിച്ചേക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നത് സമാധാനവും സുരക്ഷിതത്വവും കൊണ്ടുവരുമെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ മനുഷ്യഭയത്താൽ നയിക്കപ്പെടുന്നുണ്ടോ അതോ ദൈവത്തിലുള്ള വിശ്വാസത്താൽ നയിക്കപ്പെടുന്നതാണോ എന്ന് വിലയിരുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.